ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈച്ചയെയും പാറ്റയെയും പല്ലിയെയും ഉറുമ്പിനെയും കൊതുകിനെയൊക്കെ തുരത്തുന്ന കിടിലൻ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് 2 ടിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനി ആൻഡ് ഫാമിലി വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ. നമ്മളിതേ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം വയ്ക്കുക, നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് കേട്ടോ. 5-10 മതി കേട്ടോ. ഗ്രാമ്പു ഇടുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഒരു 10-12 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കടുകാണേ. കടുക് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതേ കടുക് ഇടുവാണേ. ഇത്രയും കടുക് ഇട്ടാൽ മതി. പിന്നെ ആ കടുക് ഇങ്ങനെ കിടന്നാലും ചൂടടിക്കുമ്പോൾ പൊട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കടുക് പേടിയുള്ളവരാണ് ജസ്റ്റ് അടച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ അതെ, ഇത് നന്നായിട്ട് എന്തായിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ഇടികല്ലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇടിച്ചു കൊടുക്കാം. ഇടിച്ചെന്ന് വെച്ചാൽ നന്നായിട്ട് ഇടിയണമെന്നൊന്നും ഇല്ല, ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചൂടാക്കി എടുത്തതാണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് കിട്ടുവേ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ അതേ നമ്മൾ പൊടിച്ചെടുത്തത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട നമ്മുടെ വിളക്കെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഉണ്ടോ, വിളക്കെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏത് പല്ലിയായാലോ പാറ്റയായാലോ കൊതുകിനെ ആയാലോ ഉറുമ്പിനെയൊക്കെ ആയാലും ഒക്കെ ഓടിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള എന്ത് സാധനത്തിനായാലും പ്രാണികളെയായാലും ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ എല്ലാവരും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റ കൊതുക് ഒന്നിൻ്റെയും ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓരോ തിരി ഇട്ട് കൊടുക്കാം. കണ്ടോ, തിരി ഒന്ന് മുക്കുക, മുക്കിയതിന് ശേഷം ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് കുറേ തിരി ഇടാം. നമ്മുടെ ചിരാതിലോ എവിടെയെങ്കിലും ഒരു പാത്രത്തിലോ എന്തിലിട്ട് കത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടതിന് ശേഷം 5 ഇടുന്നുണ്ട്. ഞാനും അനുക്കുട്ടിയും കൂടിയാണ് വീഡിയോ എടുക്കുന്നേ. കത്തിച്ചു കൊടുക്കാം. മൊത്തത്തിൽ നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കണേ. കത്തുന്നില്ലേ? കത്തുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കത്തി വന്നു. അപ്പോൾ നമുക്കിത് ഇതിങ്ങനെ കളഞ്ഞില്ലെങ്കിൽ കത്താൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അടുത്തതും ഇടുക. അപ്പോൾ നമ്മൾ ഓരോന്നെ കൊണ്ടിടുമ്പോൾ അടുത്തത് കത്തിയിട്ടുണ്ടാവും കണ്ടോ. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ നമ്മളിതേ കത്തിച്ചെടുക്കുന്നുണ്ടേ. ഇതിങ്ങനെ കുറച്ച് തരിയായിട്ട് തന്നെയാട്ടോ എടുത്തിരിക്കുന്നത്, നൈസായിട്ട് പൊടിച്ചിട്ടില്ല. ഇത് ചെയ്താലല്ലേ നമ്മുടെ വീട്ടിൽ നല്ലൊരു സുഗന്ധം ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് പ്രാണി, ഉറുമ്പ് അല്ലെങ്കിൽ കൊതുക്, ഈച്ച, പല്ലി എല്ലാത്തിൻ്റെ ശല്യം, നമ്മുടെ വീട്ടിൽ നമ്മളെ ശല്യപ്പെടുത്തുന്ന എല്ലാത്തിൻ്റെ ശല്യം മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഉറുമ്പ് പൊക്കോളും. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ കടുകും നമ്മുടെ ഗ്രാമ്പൂവും മാത്രം മതി. പിന്നെ നമ്മുടെ നല്ലെണ്ണ മാത്രം എടുത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അടുത്ത ടിപ്പിലേക്ക് പോയാലോ. 2ാമത്തെ ടിപ്പിലേക്ക് പോവുകയാണെ. ഒരു പാത്രം നമ്മൾ എടുത്ത് വയ്ക്കുക. ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മതി, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദനത്തിരിയാണ്. ചന്ദനത്തിരി എടുത്തിരിക്കുകയാണ്. ഈ ചന്ദനത്തിരി നമുക്കിതിലോട്ട് അടർത്തി ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ അടർത്തി ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തോട്ട് വീഴും കണ്ടോ. കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1-2 നിങ്ങൾക്ക് ചന്ദനത്തിരി എത്രയാണെന്ന് വെച്ചാൽ എടുത്താൽ മതി കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ മാത്രം കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. ഇത്രയും ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ 1 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇത് ഇവിടെ കിടന്ന് കുതിർന്ന് വന്നോളും കേട്ടോ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒരു 2 സ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കണ്ടോ.
ഇത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ആക്കിയതിന് ശേഷം വെച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ചന്ദനത്തിരിയുടെ ഈ കറുത്ത സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ കരി പോലെ വരും. അപ്പോൾ ഈ സാധനം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടിലെ കൊതുകും ഈച്ചയും പാറ്റയും പല്ലിയും എല്ലാം നശിച്ചു പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഈ 2 ടിപ്പുകളാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദീപം ഇവിടെ കത്തുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ഈ 2 ടിപ്പുകളാണ് നമ്മൾ ചെയ്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. ഇഷ്ടമായ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.